السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിലുള്ളതുപോലെ മുഴുവൻ പാപങ്ങളും പുറത്തു നൽകിമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ വിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അല്ലാഹു തൗഫീഖ് നൽകിമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഇതിനായിരിക്കുന്ന എല്ലാ മനുഷ്യരും ആഖിറത്തിലേക്കുള്ള യാത്രക്കാരാണ്. തീർച്ചയായും ഒരു ദിവസം നാം ഓരോരുത്തരും ആഖിറത്തിലേക്ക് മടങ്ങേണ്ടവരാണ്. നമ്മുടെ മടക്ക സ്ഥലമാണ് ആഖിറത്ത്. اللهم اصلح لي آخرتي التي هي معادي. അല്ലാഹുവേ, നീ എന്നെ പരലോകത്തെ ആഖിറത്ത് നന്നാക്കണം. കാരണം അത് എൻ്റെ മടക്ക സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ് നാം മടങ്ങേണ്ട ആഖിറത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ആഖിറത്തെക്കുറിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. അല്ലാഹു തആല പ്രത്യേകമായി വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമാണ് യൗമുൽ ഹിസാബ്. അത് ഹിസാബിന്റെ ദിവസമാണ്. വിചാരണയുടെ അടിമയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന സ്ഥലമാണ്. അത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ജീവിതം ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഖിറത്തിൽ അല്ലാഹു തആല ചോദിക്കും. വിശുദ്ധ ഖുർആനിലെ പല സ്ഥലത്തും അല്ലാഹു തആല കാര്യം കൊടുക്കുന്നു. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ ഇന്ന ഇലൈനാ ഇയാബഹും ثم إن علينا حسابهم. اقترب للناس حسابهم وهم في غفلة معرضون ولتسألن يومئذ عن النعيم وكفى بنا حاسبين. ഖുർആനിലെ ആയത്തുകളെല്ലാം നമ്മെ ഉണർത്തുകയാണ്. നമ്മുടെ മുന്നിൽ ഹിസാബ് വരാനുണ്ട്, വിചാരണ വരാനുണ്ട്. എല്ലാവരും അല്ലാഹു തആല ചോദ്യം ചെയ്യും. علي رضي الله عنه പറയുമായിരുന്നു, اليوم عمل ولا حساب وغدا حساب ولا عمل. ഇന്ന് അമലിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയമാണ്. ഇന്ന് ആരും വിചാരണയില്ല. എന്നാൽ നാളെ ആഖിറത്തിൽ വഗദൻ ഹിസാബുൻ വലാ അമൽ. ആ ദിവസം വിചാരണയുടെ ചോദ്യം ചെയ്യുന്ന സമയമാണ്. അന്ന് അമലൊന്നുമില്ല. الدنيا حلالها حساب وحرامها عذاب. علي رضي الله عنه ദുനിയാവിലെ ഹലാൽ എല്ലാ ഹലാലിനെ കുറിച്ചും ഹിസാബാണ്. ഹറാം അതിന് ഹിസാബില്ലാതെ അലാബ്. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ച് ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവന്റെ മുന്നിൽ വിചാരണയുടെ ദിവസം വരാനുണ്ട് എന്ന ചിന്തയിലായിരിക്കും അവന്റെ ഓരോ നിമിഷവും കഴിയുന്നത്. നാളെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയുന്നു.
വലത് കൈയിൽ ഗ്രന്ഥം നൽകുന്ന ഭാഗ്യവാന്മാർ. അവർ ആ ഗ്രന്ഥവുമായി ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നത് നിങ്ങൾ എല്ലാവരും വായിച്ചു, ഞാൻ വിജയിച്ചു, ഞാൻ പാസ്സായി. കാരണം ദുനിയാവിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഈ ബോധ്യമുണ്ടായിരുന്നു, എനിക്ക് ഹിസാബ് വരാനുണ്ട്, ഞാൻ വിചാരണ കണ്ടുമുട്ടാനുണ്ട് എന്ന ചിന്തയിലാണ് ഞാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലയും കടന്നുപോയത്. ആഖിറത്തിൽ പരാജയപ്പെടുന്നവർ സത്യനിഷേധികൾ, അവരുടെ പരാജയത്തിന്റെ കാരണം ഇത് തന്നെയാണ്. ലാബിഥീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറബ ഇല്ലാ ഹമീമൻ വസ്സാഖ ജസാഅൻ വിഫാഖ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. അവർ പരാജയപ്പെടാനുള്ള കാരണം ലാ യർജൂന ഹിസാബ, വിചാരണ വരാനുണ്ട്, എന്നോട് ചോദിച്ച ദിവസം വരാനുണ്ട് എന്ന ചിന്തയില്ലാതെ ജീവിച്ചതാണ് അവർ പരാജയപ്പെടാനുള്ളത്. അവരുടെ മുമ്പിനെ സംബന്ധിച്ച് 100% യഖീനായ ഉറപ്പായ ഒരു കാര്യമാണ്, എന്റെ ആഖിറത്തിൽ എന്നോട് അല്ലാഹു ചോദിക്കും. ഹിസാബ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹിസാബിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലാഹു അടിമയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. പക്ഷെ ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ പ്രത്യേകമായി ചോദ്യം ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്ഖുലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഖിയാമത്തിന്റെ ദിവസം മഹ്ശറിൽ അടിമയുടെ കാൽ അനക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു ചില കാര്യങ്ങൾ ചോദിച്ച് മറുപടി പറയാതെ ലാ തസ്ഖുലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. മഹ്ശറിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കാലനക്കാൻ സാധിക്കുകയില്ല. ചില പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. അതിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, വഫീമാ അൻഫഖ, ഇതിന്റെ സമ്പത്ത് നീ എവിടെ ചെലവഴിച്ചു. ഇന്ന് നമ്മൾ വളരെ ഗൗരവമില്ലാതെ നാം കടന്നു പോകുന്ന സമ്പാദിക്കൽ സൂക്ഷ്മതയിലായി ഹറാമും കലരാതെ സമ്പാദിക്കും. പക്ഷെ ചെലവഴിക്കുന്ന വിഷയത്തിൽ ഇന്ന് നമ്മിൽ വലിയൊരു വീഴ്ച സംഭവിച്ചു. നാം ചെലവഴിക്കുന്നത് എവിടെയാണ് ലക്ഷ്യമിടുന്നത്? ഏതുപോലെ സമ്പാദിക്കുന്നതിൽ ഹറാമുണ്ടോ ചെലവഴിക്കുന്നതിൽ ഹറാമുണ്ടോ? സമ്പാദിക്കൽ ഹലാലാകണോ, ഇതുപോലെ ചെലവഴിക്കൽ ഹലാലാണ്. പരിശുദ്ധ ശരീഅത്ത് സമ്പാദ്യം മാത്രം പരിശുദ്ധമാകാനല്ല കൽപ്പിച്ചത്, നീ ചെലവഴിക്കുന്നതും പരിശുദ്ധമാണ്. ഒരാളുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് കണ്ടാൽ മനസ്സിലാകും അതൊക്കെ പരിശുദ്ധമായി. മോശമായ സമ്പത്ത് ചെലവാകുന്നുണ്ടെങ്കിൽ അത് അടയാളമാണ് അവരുടെ സമ്പാദ്യം മോശമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ചെലവഴിക്കുന്നത് പരിശുദ്ധമാണ്. കാരണം ഈ നൽകിയ സമ്പത്ത് എന്റെതല്ല, അല്ലാഹു നൽകിയ അമാനത്താണ്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സമ്പത്ത് നമ്മുടേതല്ല, പരിശുദ്ധ അമാനത്താണ്. അല്ലാഹു അവന്റെ അവതാരത്തിൽ നൽകിയതാണ്. ഇതൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് എത്തുമ്പോൾ നിങ്ങളുടെതാണ് തെറ്റിദ്ധരിക്കേണ്ട. വമിമ്മാ റസഖ്നാഹും വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും അൻഫിഖൂ മിമ്മാ റസഖ്നാഹും വമിമ്മാ റസഖ്നാഹും വഅൻഫിഖൂ മിമ്മാ ഇല്ലാഹി അല്ലദീ ആതാക്കും. അത് പല പ്രയോഗങ്ങളാണ്. നിങ്ങൾക്ക് നാം നൽകിയ സമ്പത്ത്, വഅൻഫിഖൂ മിമ്മാ ഇല്ലാഹി അല്ലാഹുവിന്റെ സമ്പത്ത്, വഅൻഫിഖൂ മിമ്മാ ഇല്ലാഹി അല്ലദീ ആതാക്കും. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് നിങ്ങളുടെ കയ്യിലായിരിക്കും, പക്ഷെ അതിന്റെ ഉടമസ്ഥൻ അല്ലാഹു തന്നെയാണ്. മൗലാനാ ഉമർ ഫാറൂഖ് റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, അവന്റെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നെൽക്കതിരെ പോലെ അവൻ വീണ്ടും ഒരു നെൽക്കതിരിൽ അതിന്റെ ധാന്യം കൂടുമ്പോൾ താഴേക്ക് കുനിയുന്നത് പോലെ വളയുന്നത് പോലെ മുഅ്മിന്റെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവൻ അംഗീകരിക്കില്ല, ഇത് അല്ലാഹു നൽകിയതാണ്. എന്നാൽ സത്യനിഷേധി ഈമാനില്ലാത്ത വ്യക്തി അവൻ സമ്പത്ത് എടുക്കുമ്പോൾ അവൻ വിചാരിക്കുന്നത് എന്റേതാണ്, ഞാൻ സമ്പാദിച്ചതാണ്. ഇത് ഖാറൂനി ചിന്താഗതിയാണ്. ഖാറൂനിന്റെ സമ്പത്ത് നന്മയിൽ ഒതുങ്ങിക്കാൻ പറഞ്ഞു, വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു
അല്ലാഹു നൽകിയ സമ്പത്താണ്. അതുകൊണ്ട് നീ ഇതുകൊണ്ട് ഇഹ്സാൻ ചെയ്യും, നന്മകളിൽ ചെലവഴിക്കും. അല്ലാഹു പറഞ്ഞു, ഇന്നമാ ഉതീതു അലാ ഇൽമി ഇൻദി, ഇത് ഞാൻ എന്റെ കഴിവ് കൊണ്ട്, എന്റെ സാമർഥ്യം കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത്. ഇത് നമ്മൾ പലരും ഈ ആത്മീയ ചിന്താഗതിയിലാണ്, എന്റെ സമ്പത്താണ്, അതുകൊണ്ട് ഞാൻ ചെലവഴിക്കും, എനിക്ക് ഇഷ്ടമുള്ള സമ്പത്ത്. ഒരിക്കലും മുമ്പിൽ ചിന്തിക്കില്ല എന്റേതാണ്, ഒരിക്കലും മുമ്പിൽ ചിന്തിക്കില്ല. മുമ്പിൽ മനസ്സിലാക്കുക അല്ലാഹുവിന്റെ സമ്പത്താണ്, അതുകൊണ്ട് ഇത് ചെലവഴിക്കേണ്ടതും അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്ഥലത്തായിരിക്കും. ഇത് നാം വലിയൊരു തെറ്റിദ്ധാരണയിലാണ്. നമ്മുടെ സമ്പത്തിൽ കുറച്ച് നാം സദഖ ചെയ്താൽ, കുറച്ച് സകാത്ത് കൊടുത്താൽ, കുറച്ച് നന്മക്ക് ചെലവഴിച്ചാൽ, കുറച്ച് വട്ടി കൊടുത്താൽ, പിന്നെ ബാക്കിയുള്ള സമ്പത്ത് എന്റെ ഇഷ്ടപ്രകാരം എങ്ങനെയും ചെലവഴിക്കാം. തെറ്റായ ധാരണ. സമ്പത്ത് ചെലവഴിക്കേണ്ടത് പരിശുദ്ധമായ മാർഗത്തിലായിരിക്കും. അല്ലാഹു വെറുക്കുന്ന കാര്യമാണ് സമ്പത്തിനെ പാഴാക്കുക. സമ്പത്ത് അനാവശ്യമായ കാര്യങ്ങൾ ചെലവഴിക്കൽ അല്ലാഹു വെറുക്കുന്ന കാര്യമാണ്. ഇന്നല്ലാഹ കൈന ലക്കും സലാം, മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വെറുക്കുന്നു. സമ്പത്തിനെ പാഴാക്കൽ അല്ലാഹു വെറുക്കുന്ന കാര്യമാണ്. സമ്പത്ത് എവിടെയെങ്കിലും ചെലവഴിക്കാനുള്ളതല്ല. പല സമൂഹത്തിന്റെയും നാശത്തിന്റെ കാരണം അവരുടെ സമ്പത്ത് ചെലവഴിക്കൽ മോശമായിട്ടാണ്. അവരുടെ സമ്പത്തിനെ ആർഭാടത്തിനും അനാവശ്യത്തിനും ചെലവഴിച്ചു. അല്ലാഹു അവനെയും അവന്റെ കൊട്ടാരത്തെയും സമ്പത്തിനെ ഭൂമിയുടെ താഴ്ത്തി. ഉസ്മാനിയ ഖിലാഫത്ത് 400 വർഷം മുസ്ലിമീങ്ങളുടെ കരങ്ങളിൽ ഖിലാഫത്ത് മുസ്ലിമീങ്ങളുടെ. പക്ഷേ പിന്നെ അവസാനം വന്ന രാജാക്കന്മാർ, സുൽത്താൻമാർ, ഭരണാധികാരികൾ സമ്പത്തിനെ അവരുടെ ഇഷ്ടപ്രകാരം ഏകദേശം തോന്നിയതിനും ചെലവഴിക്കാൻ തുടങ്ങി. ആർഭാടങ്ങൾക്കും ഉല്ലാസങ്ങൾക്കും കരുതമാശകൾക്കും മോശത്തരങ്ങൾക്കും സമ്പത്ത് ചെലവഴിക്കാൻ തുടങ്ങി. സുൽത്താൻ ഖുറാൻ എന്ന വ്യക്തി തന്റെ മകന്റെ സുന്നത്ത് കല്യാണത്തിന് 45 ദിവസം ഒരു സൽക്കാരം വെച്ച് ഉത്സവമാക്കി, ആർഭാടമാക്കി, തന്റെ നാട്ടിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി അമിതമായി ദൂർത്തടിച്ച് ആ സുന്നത്ത് കല്യാണത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നു. അല്ലാഹു തആല മുസ്ലിമിൽ നിന്നും ഇല്ലാതെ തിരിച്ചെടുത്തത് നമ്മുടെ സമ്പത്ത് അനാവശ്യം ചെലവഴിക്കുക. പല സമൂഹത്തിന്റെയും മേൽ അല്ലാഹു തആല പരീക്ഷണം നടത്തിയിരുന്നു. ആ സമൂഹത്തിന് അല്ലാഹു തആല അക്രമികളെ ഭരണാധികാരികളാക്കിയിരുന്നു. അവരുടെ സമ്പത്ത് ചെലവഴിക്കാൻ മോശമായി തീരുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ വിവാഹങ്ങളിൽ, കല്യാണങ്ങളിൽ സമ്പന്നന്മാരുടെ സമ്പത്തിന്റെ ഒഴുക്കുകാരുടെ സ്ഥലമായി മാറി വിവാഹം. പാവങ്ങളായ മുസ്ലിംകാരുടെ സമ്പന്നരുമായി മത്സരിക്കുകയാണ്. പലിശക്കും സമ്പത്തെടുത്ത് അനാവശ്യമായ സമ്പത്ത് ചെലവഴിക്കും. എത്ര ദിവസമാണ് വിവാഹത്തിന്റെ പൂന്തടിക്കുന്നത്? എത്ര ദിവസമാണ്? നിക്കാഹ് എന്ന് പറഞ്ഞാൽ, വിവാഹം പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ പേർക്കുത്തിന്റെയും തോന്നിവാസത്തിന്റെ സ്ഥലമായി മാറി. അല്ലാഹുവിന്റെ മഹത്വം പറയുന്നു. അല്ലാഹുവിന്റെ സമ്പത്താണ്. നിക്കാഹ് എത്ര എളുപ്പമായ, ലളിതമായ, എത്ര എളുപ്പമായ വിവാഹം. നമസ്കാരത്തിന് അത്ര സമയം പോലും വേണ്ട, ആൾക്കൂട്ടത്തിന്റെ ആവശ്യമില്ല, ഒരു ചെറിയ അമലിന്റെ ചിലവ് പോലും നിക്കാഹിന് ആവശ്യമില്ല. വളരെ ലളിതമായ വിവാഹം. അതിനെ ഉമ്മത്ത് നശിപ്പിച്ചു. യഹൂദികളെയും മുശ്രിക്കിന്റെയും കാഫിറിന്റെയും വിവാഹങ്ങളെക്കാൾ ഉമ്മത്തിന്റെ വിവാഹങ്ങൾ മോശമായി. ഇങ്ങനെ വിവാഹം ഉദാഹരണമാണ്, വിവാഹം ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ സമ്പത്ത് എത്രയോ മോശമായ സ്ഥലങ്ങളിൽ, അനാവശ്യങ്ങളിൽ, ഹറാമുകളിൽ, അല്ലാഹുവിനെ മോഹത്താക്കുന്ന, ആഖിറത്തെ മറപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഉമ്മത്തിന്റെ സമ്പത്തിൽ ചെലവാക്കുകയാണ്. ഒരു ഖൈറുമില്ല, ദീനിനൊരു ഖൈറുമില്ല, ഉമ്മത്തിനൊരു ഖൈറുമില്ല, അല്ലാഹുവിനെ പഠിപ്പിക്കുന്നില്ല എന്നല്ല. ഇതിന്റെ പല ചിഹ്നങ്ങളും ഷിആറുകളും പുച്ഛിക്കപ്പെടുന്നു. പല ഹറാമുകൾ നടപ്പാക്കപ്പെടുന്ന കാര്യങ്ങൾ ഉമ്മത്തിന്റെ സമ്പത്തിൽ ചെലവാക്കുകയാണ്. അല്ലാഹുവിന് മറുപടി പറയുന്നു. ചിന്തിച്ചു നോക്കി, ഈ സമയത്ത് റൗദയിൽ അപകടപ്പെടുന്ന ഹബീബായ തങ്ങൾ ഉമ്മത്തിന്റെ അവസരങ്ങൾക്ക് വേദനിക്കുന്നുണ്ടാവും. ഉമ്മത്തിന്റെ വിവാഹങ്ങളും ഉമ്മത്തിന്റെ ദൂർത്തും അനാവശ്യം ചെലവഴിക്കുന്ന, സംഗീതത്തിനും മോശത്തരത്തിനും ചെലവഴിക്കുന്ന ഈ മോശമായ പ്രവർത്തികൾക്ക് ഹബീബായ തങ്ങൾ റൗദയിൽ വേദനിക്കുന്നുണ്ടാവും. വേദനയില്ല, നമുക്ക് വേണ്ടി ത്യാഗമാണ് സഹിച്ചത്. ആ കുടുംബം ഈ ഉമ്മത്തിന് വേണ്ടി ത്യാഗം സഹിച്ചു. അതുകൊണ്ട് നാം ജീവിക്കുന്നു. വിശുദ്ധമായ ഇസ്ലാം നമ്മുടെ കരങ്ങളിലേക്ക് എത്തിയത്. ആയിഷ
ജോലിക്കാരെ പറഞ്ഞയച്ചു. എന്തിനു വേണ്ടിയാണ്? തങ്ങൾ വഫാത്തിന്റെ മരണവേദനയിൽ കിടക്കുന്നു. വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ല. എണ്ണ വാങ്ങിക്കാൻ വീട്ടിലെ വിളക്ക് കൊടുത്ത് അടുത്തുള്ള സ്ത്രീയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പട്ടിണി കിടന്ന് ഈ ഉമ്മത്തിനെ അവസ്ഥയിലാക്കി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ചില സമയങ്ങളിൽ ആരെങ്കിലും യാചിച്ചു വരുന്നവർ നബിയുടെ മുന്നിൽ വരും. ഒരു പ്രാവശ്യം യാചിച്ച് അവരുടെ മുന്നിൽ വന്നു. തങ്ങളുടെ കയ്യിലൊന്നുമില്ല. തങ്ങൾ അദ്ദേഹത്തെ കൂട്ടി തന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോയി. തങ്ങൾ ചോദിച്ചു, ഒരാൾ വന്നിരിക്കുന്നു, എന്തെങ്കിലും കൊടുക്കാൻ. ഉള്ളിൽ വന്ന ശബ്ദം ഇതാണ്, വല്ലദീ ബഅസക ബിൽഹഖ് മാ ഇൻദി ഇല്ലാ മാ. അങ്ങേ പ്രവാചകനായ അല്ലാഹുവിന്റെ സത്യം, വീട്ടിൽ കുടിക്കാൻ ഒരു പച്ചവെള്ളം മാത്രമേ. നബിയുടെ അടുത്ത കുടുംബത്തിന്റെ അടുത്തേക്ക് പോയി. എല്ലാ കുടുംബത്തിന്റെ അടുത്തേക്ക് പോയി എല്ലാവരും മറുപടി തന്നെയാണ്, മാ ഇൻദി ഇല്ലാ മാ. വീട്ടിൽ കുടിക്കാൻ ഒരു പച്ചവെള്ളം മാത്രം. ഇങ്ങനെ എത്രയോ രാത്രികൾ പകലുകൾ നബി കുടുംബവും സഹിച്ചത്. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തെ വിവാഹത്തിന് ക്ഷണിച്ചു, വലിയവർക്ക് ക്ഷണിച്ചു. അദ്ദേഹം ചെന്നപ്പോൾ വ്യത്യസ്തമായ പല വിഭവങ്ങൾ അദ്ദേഹം ദേഷ്യപ്പെട്ടു. ഇതിലെന്താണ്? നബിയുടെ ജീവിതത്തിൽ കരയുകയില്ലേ? ഇതാ തഅശ ലം യതഖദ്ദ. നബിയുടെ രാത്രി ഭക്ഷണം കഴിച്ചാൽ രാത്രി ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണമില്ല. ഇതാ തഅശ ലം യതഖദ്ദ. ഇതാ തഖദ്ദ ലം തഅശ. ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചത്. നിങ്ങൾ കരയുകയില്ലേ? അങ്ങനത്തെ നബിയുടെ വാക്ക് വിട്ടിട്ട് നിങ്ങൾ ആവണം കാണിക്കുകയാണ്. ആ നബി കുടുംബം എത്ര പട്ടിണി കിടന്നു, എത്ര ത്യാഗം ശ്രമിച്ചു. ഇങ്ങനെ നമ്മുടെ വിവാഹം വരുമ്പോൾ ആ നബിയുടെ കുടുംബത്തെ മറക്കാൻ സാധിക്കും. നമ്മളൊരു ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെ ആ കുടുംബത്തെ എനിക്ക് മറക്കാൻ സാധിക്കും? എങ്ങനെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എങ്ങനെ ആഘോഷങ്ങൾ കാണും? ആ നബിയെ മറന്നുകൊണ്ട്, ആ കുടുംബത്തെ മറന്നുകൊണ്ട് നാളെ ആഖിറത്തിൽ ആ കുടുംബത്തിന്റെ മുഖത്തേക്ക് നോക്കി എന്ത് മറുപടി പറയും? നാളെ ഹൗദുൽ കൗസറിന്റെ മുന്നിൽ ആ ഹബീബിന്റെ മുഖത്ത് നാം ഇത് നോക്കും. ഇങ്ങനെ നമ്മുടെ സമ്പത്തിനെ അനാവശ്യം ചെലവാക്കിയാണ്. അല്ലാഹു നൽകിയ അമാനത്താണ് സമ്പത്ത്. അല്ലാഹു നൽകിയ അമാനത്താണ്. എവിടെയും ചിലവഴിച്ച് പാഴാക്കാനുള്ളത് അല്ലാഹു നൽകിയ വിലപ്പെട്ട ഒരു നിഅമത്താണ്. ഇതൊക്കെ ആഖിറത്ത് സമ്പാദിക്കാൻ അല്ലാഹു സമ്പത്ത് നമ്മുടെ കരങ്ങളിൽ നൽകിയത് നമ്മുടെ ആഖിറത്ത് സമ്പാദിക്കാൻ. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. വബ്തഗി ഫീമാ ആതാക അല്ലാഹ്. നിനക്ക് അല്ലാഹു നൽകിയ സമ്പത്തുകൊണ്ട് നീ എന്താണ് ലക്ഷ്യമിടുന്നത്? നിന്റെ ആഗ്രഹങ്ങളുടെ തോന്നിവാസങ്ങളല്ല. ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. നിന്റെ ആഖിറത്തിലെ പരലോക ഭവനത്തെ തയ്യാറാക്കാൻ വേണ്ടിയാണ് നിനക്ക് അല്ലാഹു സമ്പത്ത് നൽകിയത്. നിനക്ക് അല്ലാഹു സമ്പത്ത് നൽകിയത് അനാവശ്യങ്ങൾക്കും മോശത്തരങ്ങൾക്കും വെളിതമാശകൾക്കും ചെലവഴിക്കാനല്ല. വബ്തഗി ഫീമാ ആതാക അല്ലാഹ്. നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് ദാറുൽ ആഖിറത്തിലെ ആഖിറത്തിന്റെ ഭവനത്തെ തയ്യാറാക്കുന്നു. ആഖിറത്തിന്റെ ഭവനം തയ്യാറാക്കണമെങ്കിൽ നമ്മുടെ സമ്പത്ത് ദീനിനു വേണ്ടി ചിലവാകണം. ദീനിനു വേണ്ടി ചിലവാകണം. ഹിദായത്തിന്റെ വഴികളിൽ ചിലവാകണം. ഇൽമിന്റെ വഴിയിൽ ചിലവാകണം. ദീനിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമായ മദ്രസകൾക്ക് ദീനി സ്ഥാപനങ്ങൾ സമ്പത്ത് ചിലവാകണം. സഹാബാക്കൾ മത്സരിക്കുകയായിരുന്നു. അവരെ സമ്പത്ത് കൊണ്ട് ആഖിറത്ത് തയ്യാറാക്കാൻ വേണ്ടി സഹാബാക്കൾ മത്സരിക്കുകയായിരുന്നു. അവർക്ക് ഇല്ലാത്ത അവസ്ഥയിൽ അബൂബക്കർ റളിയല്ലാഹു തആല ഹിജ്റ പോകുന്ന സമയം ആയിഷ റളിയല്ലാഹു മകൾ ആയിഷ റളിയല്ലാഹു പറയുന്നു, ഉപ്പ ഹിജ്റ പോകുന്ന സമയം വീട്ടിലെ മുഴുവൻ സമ്പത്തും എടുത്ത് നബിയുടെ കൊടുത്തു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായിരുന്നു. അദ്ദേഹം പ്രായമായി കണ്ടു കാണാത്ത അവസ്ഥ വീട്ടിൽ പോകും. വേറെ കുട്ടികളെ കണ്ടപ്പോൾ ചോദിച്ചു, അപ്പയിലെ വാപ്പ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോയി നിങ്ങൾ പട്ടിണിയിലാക്കി. ആയിഷ റളിയല്ലാഹു പറയുന്നു, ഞങ്ങൾ ചെറിയ കുട്ടികൾ വാപ്പ ഫിലിപ്പിനെ വിളിച്ച് ഞങ്ങൾ സമ്പത്ത് സൂക്ഷിക്കുന്ന പഴയ കാലഘട്ടത്തിൽ ഭിത്തിയുടെ ദ്വാരത്തിൽ കണ്ടു കാണാത്ത വാപ്പയെ ഒരു തുണിയിട്ട് കൊണ്ടുപോയി കൈ തോന്നിച്ച് പറയുന്നില്ല, വാപ്പ സമ്പത്തെല്ലാം വെച്ചിട്ടാണ്. അപ്പൊ അബൂ ഖുഹാഫ മുസ്ലിമായ അബൂ ഖുഹാഫ സമാധാനമാക്കുന്നു. ഇത് ആയിഷ പറയുകയാണ്, ഒന്നും വീട്ടിലില്ലായിരുന്നു, എല്ലാം കൊണ്ടുപോയി. ഞങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ല.
ചെലവഴിച്ചു. 2 സാ ഒന്നുമില്ല, 2 സാ അതിന് പ്രതിഫലം കിട്ടി. അദ്ദേഹം വന്നു, നബിയെ എന്റെ കയ്യിൽ 2 സാ ഉണ്ട്, അതിൽ 1 സാ ഞാൻ ദീനിന് ചെലവഴിക്കുന്നു, 1 ഞാൻ കുടുംബത്തിന് ചെലവഴിക്കുന്നു. ഒന്നുമില്ല, ചെലവഴിക്കാൻ കഴിയില്ല, അവർക്ക് സമ്പാദിച്ചു കൊണ്ടുവന്നു അത് കുറച്ച് കിട്ടിയതിന്റെ പകുതി ദീനിന് ചെലവഴിക്കുക. സഹാബാക്കൾ അല്ലാഹുവിന്റെ ദീനിനെ ചെലവഴിക്കാൻ മത്സരിക്കുന്നവരായി. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അവർ എണ്ണയെ തിട്ടപ്പെടുത്തി ലളിതമായി ചെലവഴിച്ചു. ദീനിനു വേണ്ടി എണ്ണവുമില്ലാതെ കണക്കൊന്നും നോക്കാതെ അവർ കണ്ണുകളിൽ ചെലവഴിച്ചു. ഒരു സദസ്സിൽ ദീനിനോട് ചെലവഴിക്കാനുള്ളത് ഞാൻ 300 ഒട്ടകത്തെ ഞാൻ അതിന്റെ എല്ലാ ഏർപ്പാടാക്കി ഞാൻ വീണ്ടും സഹാബാക്കളെ പ്രേരിപ്പിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും എണീറ്റു. ഞാൻ ഒരു പൂർണ്ണം കൊടുത്തരാം. ദീനിനോട് ചെലവഴിക്കുന്ന മത്സരം എന്നാൽ അദ്ദേഹം സ്വന്തം ജീവിതം നോക്കി വളരെ ലളിതമായി ചുരുങ്ങിയതിനെ ചുരുക്കി. കാരണം സഹാബാക്കൾ മനസ്സിലായി, ഈ സമ്പത്ത് ഇത് അല്ലാഹു നൽകിയതാണ്, ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നുവെങ്കിലും എന്റേതല്ല, എനിക്ക് അല്ലാഹു നൽകിയത് എന്റെ ഇഷ്ടപ്രകാരം ചെലവഴിക്കാനല്ല, എന്റെ ആഖിറത്ത് സമ്പാദിക്കാനാണ് എന്ന് ഓരോ സഹാബിയും മനസ്സിലാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ തന്റെ കൂട്ടത്തിൽ അയാഷ് ബിൻ അബീ റബീഅ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ഹിജ്റ പോയി മദീനയിലെത്തി. അപ്പോൾ അബൂജഹൽ വീണ്ടും മദീനയിൽ പോയി അയാഷിനെ കണ്ടപ്പോൾ പറഞ്ഞു, അയാഷ്, നിന്റെ ഉമ്മ ഈ പോയ ശേഷം ഭക്ഷണം കഴിക്കുന്നില്ല, അവൾ പ്രയാസത്തിലാണ്, ദുഃഖത്തിലാണ്, അപ്പോൾ നീ മടങ്ങി വാങ്ങാൻ കീഴേ കുറെ നിർബന്ധിച്ചു. മനസ്സിലായി അബൂജഹൽ വഞ്ചിക്കുക. അയാഷോട് പറഞ്ഞു, ഉമ്മറേ, ഞാൻ നോക്കിയിട്ട് പോയിട്ട് വരാം. അദ്ദേഹം കാരണം പറഞ്ഞത്, എന്റെ സമ്പത്തല്ല വേണ്ടിയിട്ട് വന്നത്, ഒന്നും ഏർപ്പാട് ചെയ്തിട്ടില്ല, ഞാൻ നോക്കിയിട്ട് പോയി ഏർപ്പാടാക്കിയിട്ട് ഉടനെ തിരിച്ചു വരാം. അയാഷെ, എന്റെ സമ്പത്തിന് വേണ്ടിയാണ് നോക്കിയിട്ട് പോകുന്നതെങ്കിൽ എനിക്കറിയുമല്ലോ, പരീക്ഷയിൽ ഞാൻ സമ്പന്നനാണ്, എന്റെ സമ്പത്തിന്റെ നേരെ പകുതി എനിക്ക് വെറുതെ നൽകാം. ഒരു വ്യക്തിയെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി തന്റെ മുഴുവൻ സമ്പത്തിന്റെ പകുതി കൊടുക്കാൻ സഹാബാക്കൾ തയ്യാറാകും. അവർ സമ്പത്ത് ചെലവഴിക്കാൻ ഏറ്റവും നല്ല മാർഗം അത് ദീനിനു വേണ്ടി സഹാബാക്കൾ മനസ്സിലാക്കി. അല്ലാഹു സമ്പത്ത് ഇത് അമാനത്തായി നൽകിയതാണ്. ഇത് ഏതെങ്കിലും തോന്നിവാസത്തിൽ ചെലവഴിക്കാൻ ഉള്ളതല്ല. ആ പണത്തിന് ദൂരത്തിനും വാഹനത്തിൽ നടക്കുന്ന ദൂരത്തിൽ ചെലവഴിക്കാനുള്ളതല്ല. അല്ലാഹു നൽകിയ അമാനത്താണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കാനുള്ളതാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കാനുള്ളതാണ്. ഇതിൽ സമ്പത്തോട് പ്രയോജനമുണ്ടാകും. തീർച്ചയായും അള്ളാഹുവിന് മറുപടി പറയുന്നത് അള്ളാഹു ചോദിക്കും. അബൂ ദർ റളിയല്ലാഹു പറയുമായിരുന്നു, രണ്ട് ദിർഹമുള്ള വ്യക്തി ഒരു ദിർഹമുള്ള വ്യക്തിയേക്കാൾ കൂടുതൽ നാളെ ഹിസാബ് ചെയ്യപ്പെടും. ഒരാളെ 1 ദിർഹമുള്ളൂ, ഒരാളെ 2 ദിർഹമുണ്ടെങ്കിൽ ഈ ഒരാളേക്കാൾ കൂടുതൽ ഒന്നുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ടോ അദ്ദേഹത്തിന് അതിനേക്കാൾ കൂടുതൽ ഹിസാബ് ചെയ്യപ്പെടും. എത്ര സമ്പത്ത് കയ്യിലുണ്ടോ അത്രയും കൂടുതൽ ഹിസാബ് ഉണ്ടാകും, ചോദ്യം ഉണ്ടാകും. ഹദീസ് വിടുന്നു, നബിയുള്ളവർ 2 ആളുകൾ മസ്ജിദിൽ വെച്ച് കണ്ടുമുട്ടി. 2 മുസ്ലിങ്ങളായ കൂട്ടുകാർ. അങ്ങനെ കണ്ടുമുട്ടിയ ശേഷം വിചാരണയ്ക്ക് വേണ്ടി പിരിഞ്ഞു. അതിൽ പാവപ്പെട്ട കൂട്ടുകാരൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. സമ്പന്നനായ കൂട്ടുകാരൻ കുറെ താമസം സ്വർഗത്തിലെത്തും. സ്വർഗത്തിൽ വീണ്ടും കണ്ടുമുട്ടും. ആ പാവപ്പെട്ട മുസ്ലിമായ കൂട്ടുകാരൻ പറയും, ഞാൻ ഭയപ്പെട്ടു പോയി ഇതിന്റെ വിഷയത്തിൽ. നിന്നെ പിടിക്കപ്പെട്ടു പോയോ, നിന്നെ കാണാതായപ്പോ, നീ എത്രയും താമസിച്ചത്? ആ സമ്പന്നനായ മുസ്ലിം പറയും, എന്നെ അല്ലാഹു നിർത്തി എന്നോട് ചോദിച്ചു, ഹിസാബ് ചെയ്തു, എന്റെ ഓരോ സമ്പത്തിനെ കുറിച്ച് ചോദിച്ചു, എവിടെ സമ്പാദിച്ചു, അതെവിടെ ചെലവഴിച്ചു, ഞാൻ വിയർത്തൊലിച്ചു പോയി. അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ തോന്നുവാസത്തിന് നമ്മുടെ ചെലവഴിക്കാൻ നൽകിയതല്ല. അതിന് മാർഗങ്ങളുണ്ട്, അതിന് വഴികളുണ്ട്. ജനങ്ങളെന്ന് പറയും, വിവാഹം വന്നു, വീട്ടുകാരെന്ന് പറയും, കുടുംബക്കാരെന്ന് പറയും, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നാം സമ്പത്ത് ചെലവഴിച്ചാൽ അല്ലാഹുവിന് മറുപടി പറയും. പലതും നടക്കും ആളുകൾ. നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നാം ആലോചിക്കണം, എന്റെ അല്ലാഹു ഇഷ്ടമുണ്ടോ, എന്റെ ഹബീബിന് ഇഷ്ടമുണ്ടോ? മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തദ്ബല ബിൽ ഈമാൻ. അല്ലാഹുവിനെ വേണ്ടി സ്നേഹിച്ചു, അല്ലാഹുവിനെ കൊടുത്തു, അല്ലാഹുവിനെ വേണ്ടി കൊടുത്തു,
ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ കൊടുക്കാതിരിക്കുകയും ചെയ്യും, അള്ളാഹുവിനെ കടന്നുവെക്കുകയും ചെയ്യും. ഇതിലുള്ള ഈമാൻ. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ദുനിയാവിലെ ജീവിതം താൽക്കാലികമാണ്. ഒരു ദിവസം വരാനുണ്ട്. അത് യൗമുൽ ഹിസാബാണ്, വിചാരണയുടെ ദിവസമാണ്, ചോദ്യത്തിന്റെ ദിവസമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിന്റെ സമ്പത്ത് നീ എവിടെ ചെലവഴിച്ചു? നീ സമ്പാദിച്ചത് പരിശുദ്ധമായി, ശരി, അത് മാത്രം പോരാ, നീ പരിശുദ്ധമായി സമ്പാദിച്ചതുപോലെ ചെലവഴിക്കുന്നത് പരിശുദ്ധമായി. അതുകൊണ്ട് മുഅ്മിൻ, ബുദ്ധിമാനായ മുഅ്മിൻ എവിടെയും നിന്നും സമ്പത്ത് ഇടുകയില്ല. അവൻ ആലോചിക്കും, എന്റെ അള്ളാഹു മറുപടി പറയാനുള്ളതാണ്, ഞാൻ എന്ത്